ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. കുക്കിൻ്റെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്നലെ കളിച്ചതിൻ്റെ ബാക്കി സ്ക്വിഡ് ഗെയിമാണ് കളിക്കാൻ പോകുന്നത്. റോബ്ലോക്സിലെ ഇന്നലെ നമ്മൾ ഇതിനകത്ത് കയറി ലാസ്റ്റ് ഇല്ലെങ്കിൽ ഇതിനകത്ത് കയറിയപ്പോൾ 4 പേരായിരുന്നു, അങ്ങനെ ചത്തുപോയി. അപ്പോഴാണ് നമ്മൾ വീഡിയോ അവസാനിച്ചത്. അപ്പോൾ നമ്മൾ അടുത്ത ഗെയിം സ്റ്റാർട്ടാക്കി ഇവിടെ വരെ വീണ്ടും എത്തിയിട്ടുണ്ട്. പ്രാവശ്യം എങ്ങനെയാണെന്ന് നോക്കാം. കളിച്ച് ജയിച്ചാൽ മതിയായിരുന്നു. നമുക്ക് സനാക്കിങ്ങിൻ്റെ കൂടെ പോയി പ്രാവശ്യം. ഇപ്രാവശ്യം 27 പേര് ചത്തു ഡൈ ആയിപ്പോയി കേട്ടോ. മറ്റേ നമ്മുടെ ഫസ്റ്റ് റെഡ് ലൈറ്റ് ഗ്രീൻ ലൈറ്റിനകത്ത് 3 പേര് വേണം. 3 പേര് ഒരുത്തൻ ഡാൻസ് കളിക്കും. യു എന്ന് പറഞ്ഞിട്ട് ഡാൻസ്, ഒരു പെണ്ണ് ഡാൻസ് കളിക്കും. 3 പേര് വേണം. അപ്പം 3 പേരുള്ളതിനകത്തോലും കയറും. 3 പേര് മതി. ക്ലോസ് അടിക്കും. 4 പേരുണ്ട്. അവിടെ ഓപ്പൺ അടിക്കുന്നില്ല, അൺലോക്ക് അടിച്ച്. എടാ എന്തറാ ചത്ത് സേഫാണോ? 4 പേര് വേണമായിരുന്നു. പ്രാവശ്യം 3 പേര് മതി. ഓക്കെ, അല്ല എത്ര പേര് വേണമെന്ന് അറിഞ്ഞൂടാ. എവിടെ കാണുന്നു എത്ര പേര് വേണമെന്ന്? എത്ര പേരാ? ഗ്രൂപ്പ് അറ്റ് 1 ആൻഡ് എൻ്റർ ദ റൂം. 1 പേര് മതി. ഒരാൾ മതി. ലോക്ക് അടിച്ചോ. ലോക്കായി ജയിച്ചല്ലോ. അപ്പുറത്ത് 2 പേരുണ്ട്. തോന്നി നമ്മൾ ജയിച്ചു. ഈ കളിയും ജയിച്ചല്ലോ നമ്മൾ. അതുകൊണ്ട് മണ്ടയ്ക്കുണ്ട് ഗെറ്റ് ഇൻ റൂം 1 അങ്ങനെ ഉണ്ടായത്. ലാസ്റ്റ് മാച്ചാണ്. ദൈവമേ ജയിച്ചോ മതിയാ. 2 പേരായിക്കണേ ലിവിക്കിന് കൊടുത്താൽ എത്ര പേര്? 3 പേര് വേണം അല്ലേ? 3 പേരെന്ന് പറയുമ്പോൾ ഇതിനകത്ത് കയറിക്കോ. ക്ലോസ് അടി. ഓക്കെ, ലോക്ക് അടിയാണ്. ഓക്കെ സെറ്റ്. 3 പേരല്ലേ? സേഫ്. ജയിച്ചു. അങ്ങനെ ലോക്ക് അടിക്കും. നമ്മളങ്ങനെ ജയിച്ചിരിക്കുകയാണ്. നമ്മൾ 3 പേരുള്ളൂ. അങ്ങനെ അടുത്ത മാച്ച് നമ്മൾ ജയിച്ചിരിക്കുകയാണ്. അങ്ങനെ അടുത്ത അങ്ങനെ വി ഡു ഇറ്റ്. നമ്മളേത് ഗ്ലാസിൻ്റെ മണ്ടയ്ക്കാണ് കഴിയുന്നത്. എൻ്റെ മോനെ നമ്മൾ ജയിച്ചു. ഇഷ്ടംപോലെ ആൾക്കാർ മരിക്കുകയാണ്. കുറേ കാണാം. ഇഷ്ടംപോലെ ആൾക്കാർ. 27 പേര് മരിച്ചായിരുന്നു നേരത്തെ. കുറച്ചാണ് മരിച്ചത്. നോക്കട്ടെ എത്ര പേര് മരിച്ചെന്ന്. ഇപ്പോൾ കാണിക്കുമല്ലോ. പ്ലേയേഴ്സ് റിമൈനിങ് 9. ഇതാന്ന് തോന്നിയാൽ 15 പേര് എലിമിനേറ്റായി. ഓക്കെ, അങ്ങനെ ലാസ്റ്റ് മാച്ചാണ്. 9 പേരും കൂടെ ഉണ്ട്. അടുത്ത മാച്ച് ഏതായിരുന്നു? മറ്റേ കാലെ കെട്ടിക്കൊണ്ട് പോകുന്നതാണ് തോന്നുന്നു. മറ്റേതാന്ന് തോന്നുന്നു. ഓക്കെ, ഞാൻ എന്തായാലും കളിക്കണമെന്ന് പറഞ്ഞാണ് ഇട്ടേന്ന്. കാലെ കെട്ടിക്കൊണ്ട് പോകുന്നതാണ്. ഞാൻ നിക്കീൻ്റെ കൂടെയാണ് ഇങ്ങോട്ട് പോകുന്നത്. മറ്റേ ഗെയിമാണ് കാലെ കെട്ടിക്കൊണ്ട് പോകുന്നത്. അതുകൊണ്ട് ഇവിടെ നിൽക്കും. ലാസ്റ്റ് ഗെയിം ആയിക്കണേ. ഇനി ഇത് എത്രമാത്രം കറങ്ങി കയറണമുണ്ട്. പിന്നെ വണ്ടയ്ക്കുന്നല്ല വീടിൽ എന്താവും. ഇനിയും പോകണമല്ലേ? ശരി. ഇനി ഒരു ഇതാണ്. ഇതാ. ഇത് മറ്റേ ഗെയിം ഞാൻ ഇതില്ലേ, മറ്റേ 3 ടീം വന്ന് നിൽക്കുന്നുണ്ട്. എന്തോ യുവർ ടീം വിൽ ബി പാർട്ടിസിപ്പേറ്റ് ഇൻ ഞാൻ നിൽക്കുന്നവിടെ തന്നെയാണ്. ദിസ് ചാലഞ്ച് വിൽ 4 പേര് വേണമെന്ന് പറയുന്നത്. ഞാനിപ്പോൾ 6 പോകാനാണ്. സ്റ്റെപ്പ് ഓൺ ദ ബോക്സ് ടു പിക്ക് യുവർ ടീം. ഗുഡ് ലക്ക്. ഇപ്പം എന്ത് ചെയ്യണ്ടേ? അതുകൊണ്ട് അപ്പുറത്ത് അവിടെ 4 പേരല്ലേ? യെസ്. എടാ നിക്ക് പോലെ. എടാ ആരെങ്കിലും കയറാ. കയറിങ്ങോട്ട് വാടാ. ആരെങ്കിലും കയറുന്നുണ്ടോ? ഞാൻ ഒറ്റെടുത്തനാണ്. എന്തെടുക്കണോ എനിക്കത്ത ചാവും മിക്കവാറും. ഇപ്പം
നമ്മളെ 4 പേര്. ഇതെന്തോ ഫസ്റ്റ് ഗെയിം എന്തോ എന്തോ ഇനി വാട്ട് ഈസ് ദിസ്? എന്തോ ഗെയിം? ആരാ കളിക്കണ്ട? മറ്റേ ആള്. ഇതെന്തൊക്കെ ഗെയിം അത്? ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അടുത്ത ഞാനാ തോന്നുന്നു. ഓക്കെ, അടുത്ത ഞാനാന്ന് തോന്നുന്നത്. എന്തുവാണോ അടുത്ത ഗെയിം? ആരൊക്കെ കളിക്കുന്നു? നമ്മൾ മാത്രമേ കളിക്കുന്നുള്ളൂ. അപ്പുറത്ത് വെച്ചവർ കളിക്കുന്നുള്ളൂ. ഞാനാ. എന്തുവാ? മൈൻഡ് മിറർ എന്തുവാ? ആൻഡ് റീക്രിയേറ്റ് ഇറ്റ് ഓൺ യുവർ ഡിവൈസ്. എന്തോ സാധനം എനിക്ക് അറിഞ്ഞുകൂടാ. എന്തുവാ? മൈൻഡ് മിറർ മെമ്മറീസ് ദ കോൺവെർസേഷൻ ആൻഡ് ക്രിയേറ്റ് ഇറ്റ് ഓൺ യുവർ ഡിവൈസ്. ഓ, അങ്ങനെയാണല്ലേ. ഓക്കെ, ലാസ്റ്റ് തോറ്റ്. അങ്ങനെ അടുത്ത മാച്ച് നമ്മൾ തോറ്റിരിക്കുകയാണ്. ഇനിയും നമ്മൾ തോറ്റേ. അപ്പോൾ ഗൈസ്, അടുത്ത മാച്ചും ആയിട്ട് നമ്മൾ നാളെ വരുന്നതായിരിക്കും. ഇനി ഈ മാച്ച് ഒന്നുകൂടെ ആയിട്ട് നമ്മൾ നാളെ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ബൈ.